എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് തോരൻ്റെയാണ്. പൊട്ടറ്റോ തോരൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുൻപ് ഞാൻ പുറത്തു പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ച ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കൂടി എടുത്തിട്ട് പോകാം. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ റെസിപ്പിയാണ്, ഗംഗയുടെ. പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഞാൻ നല്ല കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വരും നമ്മുടെ കിച്ചണിലേക്ക്. ഇവിടെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസാണ്. ഇതിനെയും നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇവിടെ ഒരു 1/3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വേണമെങ്കിൽ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇത്രയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ പൾസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചിട്ടാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചതൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഒരു തോരൻ്റെ പാകത്തിന് ഒന്ന് ഉടച്ചെടുക്കണം. നോക്കാം. ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. വെളിച്ചെണ്ണ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കും. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. 2 വറ്റൽമുളക്, അതിട്ട് കൊടുത്തു. പിന്നെയും കറിവേപ്പില, നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൂട്ടിനകത്ത് ഉള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് ചതച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി. ഒന്നിളക്കി യോജിപ്പിക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ, പൊട്ടറ്റോ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എൻ്റെ പൊട്ടറ്റോ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.